അടുത്തതായി MM സോമശേഖരൻ. സുഹൃത്തുക്കളെ, സ്വാഭാവികമായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുക ഞാനെന്തെങ്കിലും മറുപടി പറയും എന്നായിരിക്കും. അങ്ങനെ ഒരു മറുപടി പറയാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല, അതിൻ്റെ ആവശ്യമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രധാന വിഷയം, ഞാനിന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് എനിക്ക്. നേരത്തെ ഞാൻ സുനിലിനോട് ഇവിടെ ഇരുന്ന് പറഞ്ഞു, ഇത്രയും ആളുകൾ അത് ഞാനത്ര വലിയ പ്രശസ്തനൊന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ പുസ്തകം കേൾക്കാൻ വന്ന് എൻ്റെ ബലം കൊണ്ടല്ല, എനിക്കറിയാം മാർക്സിസം ഇന്നൊരു പ്രശ്നം നേരിടുന്നുണ്ടെന്നും അതിന് പരിഹാരം എവിടെ നിന്നെങ്കിലും ലഭ്യമാണോ, അല്ലെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹം കേരളത്തിലുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നാണ് ഇവിടെ ആളുകൾ വന്നതെന്ന് എനിക്കറിയാം. അല്ലാതെ എൻ്റെ ആരാധക വൃന്ദമൊന്നും വന്നതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കാനുള്ള ശേഷി എനിക്കുണ്ട്. ഞാൻ കുറേ കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാണ്. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം അതെന്നെ വളരെ സന്തുഷ്ടനാക്കി. ഞാൻ സുനിലോടെ പറയുകയും ചെയ്തു, ഇത്രയും ആളുകൾ മാർക്സും ഈ നമ്മൾ മതമാകരുത്, വിശ്വാസം പാടില്ല എന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾക്കൊരു കൺവിക്ഷനൊക്കെ വേണമെങ്കിൽ കുറേ വിശ്വാസമൊക്കെ വേണം, നമുക്ക് പൂർണ്ണമായിട്ടും ഒന്നും തള്ളിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇത്രയും ആളുകൾ മാർക്സിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ അതിനോട് താല്പര്യം എടുക്കുന്നു എന്നത് തന്നെ ഒരർത്ഥത്തിൽ നമുക്ക് ജീവിക്കാനുള്ള വിശ്വാസബലം, അല്ലെങ്കിൽ നമുക്ക് മാർക്സിസ്റ്റായി ജീവിക്കാനുള്ള വിശ്വാസബലം നൽകുന്നു എന്നതിലാണ് ഏറ്റവും വലിയ സന്തോഷമുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇന്നിപ്പോൾ ഇവിടെ പങ്കെടുത്തുന്നത് പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തലമുറയടക്കം മാർക്സം പഠിപ്പിച്ച തലമുറയപ്പെട്ട ഞങ്ങളുടെ ഇപ്പം EMS ഒക്കെ കൂടെ ഒരു ആന്തോളജിയൊക്കെ ഇറക്കിയിട്ടുള്ള ആളാണ് പരമേശ്വരൻ. അപ്പം ഞങ്ങളുടെയൊക്കെ തലമുറയെ ഞങ്ങളൊക്കെ മാർക്സം പഠിച്ചിട്ടുള്ളത് പരമേശ്വരൻ്റെയൊക്കെ പുസ്തകത്തിലൂടെ കൂടിയാണ്. പോക്കർ എൻ്റെ സഹപാഠിയാണ്, ഞാനും പോക്കറും ഒരുമിച്ച് പഠിച്ചതാണ്. സുനിൽ ഞാൻ അനിയൻ എന്ന് പറയുന്നത് സുനിൽ തെറ്റിദ്ധരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, സുനിലിൻ്റെ പ്രാധാന്യം കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ബന്ധമുള്ള വളരെ കാലമായിട്ട് അറിയുന്ന സഹോദര ബന്ധം പോലെ ബന്ധം തോന്നുന്ന ഒരാളാണ് സുനിൽ. അപ്പോൾ ഈ 3 ആളുകൾ ഇവിടെ പങ്കെടുക്കുകയും മാത്രമല്ല എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച കാര്യങ്ങളിലൊന്ന്, ഒരുപക്ഷെ ഞാൻ ഈ പുസ്തകം ഒരു നിഷ്ഫലമായൊരു യജ്ഞമാകും എന്ന് തീർച്ചയായിട്ടും ഭയന്നിരുന്നല്ല, ഇപ്പോഴും എനിക്ക് ആ ഭയം ഉണ്ടായിരുന്നു. ഏതായാലും എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത് സുനിലിൻ്റെ പ്രസംഗമാണ്. സുനിലിൻ്റെ പ്രസംഗം ഗംഭീരമായിരുന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ പുസ്തകത്തിലുണ്ട് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ പുസ്തകത്തിലൂടെ മാത്രമല്ലാതെ സ്വന്തമായ പുസ്തകവും ഒരുപക്ഷെ സഹായിച്ചിട്ടുണ്ടാകും, സ്വന്തമായ വഴികളിലൂടെ മനസ്സിലാക്കുന്ന ആളുകൾ, പ്രത്യേകിച്ചും ഇന്നിപ്പോൾ മാർക്സിസത്തെക്കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളിൽപ്പെട്ട ആളുകളുണ്ട് എന്ന ബോധ്യം എനിക്ക് വളരെ ഞാൻ പറഞ്ഞ ഈ 2 കാര്യങ്ങളും സദസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രാസംഗികർ രണ്ടും വലിയ സന്തോഷം തന്ന കാര്യമാണ്. ഒരു പ്രധാനപ്പെട്ട ഞാൻ ഒരു കാര്യമേ പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഈ പുസ്തകം യഥാർത്ഥത്തിൽ ഇപ്പോൾ പോക്കറോ ഈ പരമേശ്വരൻ സാവൊക്കെ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാർട്ടി പരിപാടിയോ അല്ലെങ്കിൽ ഒരു പ്രവർത്തന പദ്ധതിയോ മുമ്പോട്ട് വെക്കുന്നില്ല. അങ്ങനെ വെക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വേറൊരു പ്രശ്നം കൊണ്ടുവരും. പക്ഷേ സുനിലോ പോക്കറോ ആണ് പുസ്തകം എഴുതിയെങ്കിൽ നിങ്ങൾ പക്ഷേ അങ്ങനെ വെക്കുന്നില്ല എന്നുള്ള പറയാം. കാരണം അവർ അക്കാഡമിക് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ഒരുപക്ഷെ ഞാനത് അവരെക്കാളും വലിയ ആളെന്ന് ഓർത്ത് പറയല്ല, ഒരു ജീവിതകാലം മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാൾക്ക് ഒരു പരിപാടി വേണം, പദ്ധതി വേണമെന്ന് അറിയാത്തത് കൊണ്ടല്ല, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടല്ല ഞാൻ ഈ പുസ്തകത്തിൽ ഒരു സ്ഥലത്തും അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പോലും ഇടയുള്ള ഭാഗങ്ങൾ ഞാൻ വളരെ മിനിമൈസ് ചെയ്ത് പറഞ്ഞുള്ളൂ. അതിൻ്റെ കാരണങ്ങളിലൊന്ന്, നിങ്ങൾക്കിന്ന് സർമൺ നമ്മൾ ആരെങ്കിലും ഒരു വ്യക്തി പറയുന്ന ഏതെങ്കിലും കാര്യങ്ങളിലൂടെ ഒരു പരിപാടി മുമ്പോട്ട് വെക്കേണ്ട കാലമല്ല ഇത്. അതിനപ്പുറത്ത് ഇന്ന് മാർക്സം നേരിടുന്ന പ്രശ്നം വളരെ ആഴത്തിലുള്ള വിഷയമാണ്. ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിലൂടെ ഉണ്ടാകുന്ന ഒരു പൊതുധാരണയിലൂടെ, ഒരു പൊതുസമ്മതിയിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ചുള്ളൊരു പരിപാടി ആസൂത്രണം ചെയ്യാൻ കഴിയും. അത് മാർക്സിൻ്റെ കാലത്ത് വ്യക്തി കഴിഞ്ഞിരിക്കുക. ഒരുപക്ഷെ മാർക്സിന് ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഇരുന്നിട്ട് അന്നത്തെ ഒരുപക്ഷെ ലോകത്തിൻ്റെ മുഴുവൻ ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു വലിയ പരിധിവരെ വിവരം ഇന്നിപ്പോൾ എനിക്കോ സുനിലിനോ പോക്കർക്കോ അല്ലെങ്കിൽ പരമേശ്വരൻ ആർക്കാണെങ്കിലും ഒരു ദിവസം ഉണ്ടാകുന്ന വിവരത്തിൻ്റെ ഈ മഹാപ്രളയത്തിൻ്റെ അംശം പോലും സമാഹരിക്കുക എളുപ്പമല്ല. ഞാൻ പറഞ്ഞു വന്ന പ്രശ്നം, വ്യക്തികൾക്ക് ചെയ്യാവുന്ന മാർക്സിൻ്റെ കാലത്തപ്പോൾ ഒരു വ്യക്തി എന്ന് ഓർന്നു വരുമോ എന്നുള്ള കാര്യത്തിന് ഉണ്ടാവില്ല എന്ന് ഉത്തമ ബോധ്യമുള്ള ആളാണ്. മറിച്ച് നമുക്കിന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യം, അങ്ങനൊരു കൂട്ടായ്മ, സംവാദാത്മകമായ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നിരവധി ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു സംവാദാത്മകമായ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. ആ അന്തരീക്ഷത്തിൻ്റെ സാധ്യതയിലൂടെ, ഇപ്പോൾ സാവൊക്കെ പറഞ്ഞ പോലെ അതിൻ്റെ സാധ്യതയിലൂടെ രൂപം കൊണ്ടുവരുന്നത്, ഞാൻ പറഞ്ഞത് സ്വയോത്ഭവമായിട്ടുണ്ടാവുന്ന അർത്ഥമൊന്നും അല്ല കേട്ടോ പറഞ്ഞു, അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അങ്ങനെ രൂപം കൊണ്ടുവരുന്ന ഒരു കാഴ്ചപ്പാട്, ഒരു പൊതു പദ്ധതി ഭാവിയെക്കുറിച്ചുണ്ടാവണം. ഭാവി ഇരുളടഞ്ഞതല്ല എന്ന് പറയണം എന്നൊരു ആഗ്രഹം മാത്രമാണ് എനിക്ക് ഈ പുസ്തകത്തിലുണ്ടായിട്ടുള്ളത്. അതിന് ഈ ഉച്ചാരണം ഞാൻ പറഞ്ഞില്ല, അതിന് എനിക്ക് തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ദീർഘകാലം കടന്നുപോയ ആളുകൾക്കറിയാം, ഇതിലെ പല കാര്യങ്ങളും വളരെ കാലമായിട്ട് എനിക്ക് തോന്നുന്ന കാര്യമാണ്. വേണമെങ്കിൽ പല സ്ഥലത്തും കാണാൻ പറ്റും, പക്ഷേ ഇത് പറയാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. മാവോനെ വിമർശിക്കാൻ എനിക്ക് പറ്റുമോ?
അല്ലെങ്കിൽ മാർസിന് തകരാറുണ്ടെന്ന്, മാർസിന് പരിമിതി ഉണ്ടെന്ന് പറയാനുള്ള ധൈര്യം കിട്ടണമെങ്കിൽ 60 വയസ്സ് വരെ ജീവിച്ച, അല്ലെങ്കിൽ ഇത്രയും കാലം, ഇപ്പം മാർസിൻ്റെ ഒക്കെ കാലം വരെ, പ്രായം വരെ ഞാനൊക്കെ ജീവിച്ചു കഴിഞ്ഞു ഏതാണ്ട്. അപ്പോൾ ആ ഒരു ധൈര്യം ഇല്ലായിരുന്നെങ്കിൽ മാർസിന് പരിമിതികളുണ്ട്, അല്ലെങ്കിൽ ലെനിന് തെറ്റുണ്ട്, അല്ലെങ്കിൽ മാവോക്ക് പരിമിതികളുണ്ടെന്ന് പറയാനുള്ള ധൈര്യം കിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൽ പലതും ഒരു പക്ഷേ വളരെ മുമ്പേ തോന്നിയിരിക്കാം. ആ തോന്നിയിൽ നിന്ന് എൻ്റെ ഭൂതകാലം, എൻ്റെ മനസ്സിൽ, എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വ്യക്തിയല്ല കേട്ടോ പറയുന്നത്, മാർക്സിസ്റ്റ് പ്രവർത്തനങ്ങളിലൂടെ കടന്നു വന്ന ആളുകൾക്കകത്ത് ഉരുക്കുപോലെ ഉറച്ചു നിൽക്കുന്ന ഒരു ഭൂതകാലത്തിൻ്റെ ഭൂതമുണ്ട്, എല്ലാവരുടെ മനസ്സിലുണ്ട്. ഞാൻ എൻ്റെ കാര്യത്തിൽ പറയുന്നതല്ല, അതിനെ ഭേദിച്ചുകൊണ്ടല്ലാതെ, അത് എവിടെയെങ്കിലും വെച്ച് ഭേദിച്ചല്ലാതെ നിങ്ങൾക്ക് പുതിയതിലേക്ക് കടക്കാൻ പറ്റില്ല. അങ്ങനൊരു ഭേദനം മാത്രം, ഞാൻ പറഞ്ഞില്ല, നമ്മൾ കടന്നു വന്ന വഴിയുടെ ശിലാഖണ്ഡം പോലെ ഉണ്ടായിരുന്ന ധാരണകളെ എവിടെയെങ്കിലും വെച്ച് മുറിക്കുക, ആരെങ്കിലുമൊക്കെ മുറിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുതിയതിലേക്ക് കടക്കാൻ പറ്റൂ എന്ന ബോധ്യം, ഉത്തമ ബോധ്യം, ഞാൻ ബോധ്യം എന്ന് പറഞ്ഞാൽ പോരാ, ഉത്തമ ബോധ്യമാണ് ഇങ്ങനൊരു പുസ്തകം എഴുതണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പുസ്തകത്തിലൊന്നല്ല സ്വന്തം എൻ്റെ തലച്ചോർന്ന് വന്ന കാര്യമൊന്നുമല്ല. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഇപ്പം ഇതിൽ തന്നെ ഇപ്പം നേരത്തെ ഇപ്പോൾ സുനിൽ പറഞ്ഞ പോലെ ഇപ്പം ഈ സോളാർ എനർജീൻ്റെ ഇപ്പം ബേബി വളരെ നേരത്തെ അങ്ങനെ ഒരു പ്രബന്ധം എഴുതിയിരുന്നു. ഞാൻ പറഞ്ഞ പല ഭാഗങ്ങളും നമുക്ക് കിട്ടിയുള്ള കാര്യങ്ങളാണ്. വ്യക്തിപരമായ ഒരു മഹാസംഭാവനയായിട്ടും ഞാൻ എന്നെ കാണുന്നില്ല. പക്ഷെ എന്താണെങ്കിലും എനിക്കൊരു വിശ്വാസമുണ്ട്, ഇതിലെ വിഷയങ്ങൾ ഒരുപക്ഷെ ഞാൻ പറഞ്ഞിരിക്കുന്ന നിഗമനങ്ങളിലേക്ക് എത്തിയില്ലെങ്കിലും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടല്ലാതെ ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നൊരു ബോധ്യം മാത്രമേ, ആ ഒരൊറ്റ വിശ്വാസം എനിക്ക് പുസ്തകമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ. അല്ലാതെ ഈ പുസ്തകങ്ങൾ ഞാനെടുത്ത നിലപാടുകൾ പൂർണ്ണമാണ് ശരിയാണെന്നോ അല്ലെങ്കിൽ ഞാൻ എത്തിയ നിഗമനങ്ങളിൽ എല്ലാവരും എത്തുന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷേ ഈ വിഷയങ്ങൾ വളരെ മാർക്സിസത്തിന് മുമ്പോട്ട് പോകണമെങ്കിൽ ഈ വിഷയങ്ങൾ ഇന്ന് കേന്ദ്ര പ്രശ്നമാണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഉണ്ടാകണമെന്നും വിപുലമായിട്ടുണ്ടാകണം എന്നുമുള്ള ഒരു ബോധ്യത്തിനാണ് ഈ പുസ്തകം വന്നിട്ടുള്ളത്. പിന്നെ രണ്ടാമത് മറ്റൊരു പ്രശ്നം നമ്മൾ പറയുന്നില്ല, ഇപ്പോൾ സംഘടന എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ സുനിൽ പറഞ്ഞ ഞാൻ ഇതുകൂടി പറയാം, ഞാൻ അവസാനം സുനിൽ പറഞ്ഞ പ്രശ്നം നേരത്തെ സംഘടനയെക്കുറിച്ച് ബോക്കർ പറഞ്ഞ പ്രശ്നമായിട്ട് ബന്ധിപ്പിച്ചൊരു കാര്യം ഞാൻ പറയാം. അതിലെനിക്ക് തോന്നിയില്ല, പിന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു പോപ്പുലർ വിഷയമുണ്ട് കേട്ടോ, ഞാൻ ആ വിഷയം മാത്രം പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ലെനിൻ്റെ ബോൾഷെവിക് സംഘടന അടക്കം റോസാർ സംഘടന വിമർശനമൊക്കെ ഉണ്ടായില്ല. എന്തായാലും അതിലൊക്കെയുള്ള ധാരണ മനുഷ്യൻ വ്യക്തികളാണെന്നും വ്യക്തികളുടെ കൂട്ടമാണ് നമ്മൾ സംഘടിപ്പിക്കുക എന്നുള്ളത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ആളുകളെ കൂട്ടം കൊണ്ടുവരണം, നിങ്ങൾക്ക് എന്ത് വേണം, കേന്ദ്രീകൃത സംഘടന വേണം. സംഘടന എന്ന് പറഞ്ഞാൽ അങ്ങനെ കൃത്യവാചകത്തെ ചിന്തിച്ചു എന്ന് പറഞ്ഞൊന്നല്ല, അങ്ങനെ ഒരു അബോധധാരണ അല്ലെങ്കിൽ ജ്ഞാനോദയ കാലത്തിൻ്റേതായിട്ടുള്ള വ്യക്തിവാദപരമായ ഒരു ധാരണ മാർക്സിസ്റ്റ് ഈ ലെനിനിസ്റ്റ് ബോൾഷെവിക് സംഘടനയിൽ കടന്നു വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. മനുഷ്യൻ സുനിൽ പറഞ്ഞ പ്രശ്നം ഒരു സ്പീഷീസ് എന്ന നിലയിൽ തന്നെ വംശജീവി, സാമൂഹ്യ ജീവിയാണത്. അത് വ്യക്തികളായിട്ടല്ല ജനിക്കുന്നത്, സമൂഹമായിട്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. മനുഷ്യൻ സാമൂഹ്യമായിട്ടല്ല നിലനിൽക്കാൻ പറ്റില്ല. ഈ സാമൂഹികത, നമ്മൾ മാനുഷികത എന്നൊക്കെ പറയുന്നതിൻ്റെ ഒക്കെ പ്രശ്നം, ഈ സാമൂഹികത മനുഷ്യവംശത്തിൻ്റെ ആധാരശിലയാണ്. ഈ സാമൂഹികത നമ്മൾ ഇന്ന് കാണുന്ന പോലെ, ഇപ്പം നമ്മളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ നരവംശാസ്ത്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, സാധാരണ നമ്മൾ ഈ ഭാരതത്തിലൊക്കെ മാത്സ്യൻ അല്ലെങ്കിൽ ഒക്കെ പേര് പറയുന്ന പോലെ അന്ന് ആളുകളുടെ പേരുകൾക്ക് പോലും പ്രസിദ്ധിയില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. മനുഷ്യൻ ഇൻഡിവിജ്വൽ, നമ്മൾ പറയുന്ന പോലെ ഇൻഡിവിജ്വൽ കൂടുതലേ ഇത്. ഭാഷാശാസ്ത്രമൊക്കെ എനിക്കതിൽ പൂർണ്ണ ബോധ്യമൊന്നുമില്ല കേട്ടോ. ഭാഷാശാസ്ത്രമൊക്കെ പറയുന്നത് ഇങ്ങനെ ഓരോന്നിനെ വേർതിരിച്ച് കാണാനാണ് മനുഷ്യൻ പഠിച്ചു തുടങ്ങിയത്. ആദ്യം കാടിനെ കാടായി കണ്ടിരുന്ന് കാടിൽ നിന്ന് മരങ്ങളെ വേർപെടുത്തി കാണാൻ മനുഷ്യൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. അപ്പം അതുപോലെ സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാനെന്ന ബോധം അല്ലെങ്കിൽ രാമൻ, കൃഷ്ണൻ, ഗോവിന്ദൻ എന്നൊക്കെ പറയുന്നത് ഈ വ്യക്തിബോധത്തിലേക്ക് സമൂഹത്തുന്നത് വളരെ കാലം കൊണ്ടാണ്. അപ്പോൾ സാമൂഹികമായ ഈ ബോധം മനുഷ്യവംശത്തിൻ്റെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ഈ ധാർമ്മികതയൊക്കെ വിഷയം വരുന്ന അവിടെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമാണ് മനുഷ്യ സമൂഹത്തിന് വേറെ പ്രശ്നം കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ അതിന് അപ്പുറത്ത് മനുഷ്യന് നിൽക്കണമെങ്കിൽ ജീവവംശവും പ്രകൃതിയും ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല, അത് വേറെ വിഷയമാണ്. അപ്പോൾ ഈ പ്രകൃതിയുടെയും ജീവവംശത്തിൻ്റെയും മനുഷ്യൻ്റെയും നമ്മൾ പറയുന്ന ബയോസ്ഫിയർ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ മുഴുവൻ അല്ലെങ്കിൽ ഭൂമിയുടെ അടക്കമുള്ള നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ഘടന, അതിൻ്റെ പ്രാധാന്യം, അതാണ് മനുഷ്യനെ ധാർമ്മികതയെയും സാമൂഹികതയെയും ധാർമ്മികതയും ഒക്കെ നിർണ്ണയിക്കുന്നത്. അതിനെ മറികടക്കുമ്പോഴാണ്, അതിപ്പോൾ എല്ലാ കാലത്തും ഒന്നല്ല, നേരത്തെ നമ്മൾ പറയുന്ന പോലെ എല്ലാ കാലത്തും ഒന്നല്ല, അത് മാറിക്കൊണ്ടേയിരിക്കാം. അതിനെ മറികടക്കുന്നിടത്താണ് അത് അധാർമികമോ സാമൂഹ്യ വിരുദ്ധമോ ഒക്കെയായി മാറുന്നത് എന്നെനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രശ്നം, സംഘടന എന്ന് പറയുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യനെ കൂടുതൽ അച്ചടക്കത്തിലേക്ക് കൊണ്ടുവരാനല്ല, മനുഷ്യൻ്റെ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ, സമൂഹം പണ്ടേ സംഘടിതമാണ്. മതം ഒരു സാമൂഹ്യ സംഘടനാ രൂപ, സമൂഹത്തിന് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ പറയുന്ന ഒരു സ്റ്റേറ്റ് സാമൂഹ്യ സംഘടനാ രൂപ, സംഘടനയായിട്ടല്ലാതെ ഒരു സമൂഹത്തിന് നിൽക്കാൻ പറ്റില്ല. ഏതെങ്കിലും സംഘടനാ രൂപം അവിടെ ഉണ്ട്. വേണ്ടാന്ന് പറയുന്ന ഏറ്റവും വലിയ വ്യക്തികൾക്ക് പോലും സംഘടന, ഒരു സ്റ്റേറ്റിൻ്റെയോ അല്ലെങ്കിൽ മതത്തിൻ്റെ എന്തിൻ്റെങ്കിലും പരിധിക്കകത്തല്ല നിൽക്കാൻ പറ്റില്ല, അവിടെ ഉണ്ട് സംഘടന. ആ സംഘടനയിൽ നിന്ന് സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കാത്ത വിധത്തിൽ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ആകാശത്തെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ള പ്രോസസ്സാണ്
ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല പൂർണ്ണമായ ജനാധിപത്യം പലപ്പോഴും പറയാറുണ്ട്, അങ്ങനെയൊന്നും ഇല്ല, ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊരു പ്രോസസ്സാണ്, നമ്മൾ പ്രോസസ്സിലൂടെ റിയലൈസ് ചെയ്യുന്ന എന്താ ഒരു ചരിത്രകാലങ്ങളിലൂടെ നമ്മൾ യാഥാർത്ഥ്യവൽക്കരിച്ചെടുക്കുന്ന ഒന്നാണ് പ്രക്രിയ. അപ്പോൾ അതത്ര പിന്നെ പ്രകൃതിക്ക് എന്ന് പറഞ്ഞാൽ വേറൊരു പ്രശ്നം നമുക്കറിയാം. പ്രകൃതിക്ക് ഈ പ്രശ്നമൊന്നുമില്ല. പ്രകൃതി ഇപ്പം നമ്മളിതൊക്കെ പറയുമ്പോഴും മനുഷ്യൻ വരും, നമ്മുടെ ശരീരത്തിൽ ഓരോ കോശങ്ങളും പോയാലും മനുഷ്യനാളുണ്ടാവും. എത്രയോ കോശങ്ങൾ നമ്മൾ ജീവിക്കുന്ന കാലത്ത് മരിക്കുന്നുണ്ട്. അതുപോലെ പ്രകൃതിയെ സംബന്ധിച്ച് മനുഷ്യവംശത്തിൽ ഒരു ലക്ഷക്കണക്കിന് ആളുകളുണ്ടാവും. ഇപ്പോൾ സ്റ്റാലിൻ കുറേ ആളുകൾ കൊന്നിട്ടുണ്ട്, ഹിറ്റ്ലർ കൊന്നിട്ടുണ്ട്. മനുഷ്യൻ മരിച്ചാലും മനുഷ്യൻ്റെ പൊതു പോപ്പുലേഷൻ എന്തില്ല? നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെക്കാളും പോപ്പുലേഷൻ്റെ സംഖ്യ വർദ്ധിച്ചിട്ടേ ഉള്ളൂ. പ്രകൃതിക്ക് ഈ വിഷയം, പ്രകൃതിയെ സംബന്ധിച്ച് അതിൻ്റെതായ അതിൻ്റെ കാടൻ നിയമത്തിന് ഈ വിഷയമൊന്നുമില്ല, മാനുഷികതയൊന്നുമില്ല. അപ്പോൾ അതിനകത്ത് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്ന ഒന്നുകൂടി ഉണ്ട് അതിനകത്ത്. ഞാൻ പറയുന്നത് വെറുതെ പ്രകൃതിയിൽ നിന്ന് സ്വാഭാവികമായിട്ടുണ്ടായി വരുന്നത് അല്ല, നമ്മൾ ആട്രിബ്യൂട്ട് നമ്മളതിനകത്ത് അർപ്പിക്കുന്ന മനുഷ്യൻ്റെ മറ്റ് പല ഘടകങ്ങളും അർപ്പിക്കുന്ന ഒന്നുകൂടിയുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്ന എൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. വളരെ സമയവും വൈകിയിട്ടുണ്ട്. ഇന്ന് വളരെ സന്തോഷകരമായൊരു ദിവസമാണ്. അപ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ച മാത്രമല്ല, ഇപ്പം നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ബേബിയോടൊക്കെയും പറയാറില്ല, പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, നമുക്ക് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു നമുക്ക് യോജിപ്പുകളുണ്ടായാലും 3-4 പുസ്തകം മാർക്സുമായിട്ട് ബന്ധപ്പെട്ട ഗൗരവമുള്ള പുസ്തകങ്ങൾ. ഇപ്പോൾ ആദ്യം ഇറങ്ങിയ സുനിലിൻ്റെ പുസ്തകം, വീണ്ടെടുപ്പുകൾ എന്നൊരു പുസ്തകം, സുനിലിൻ്റെ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നേരിട്ട് മാർക്സ് ആൻഡ് എഗ്രി എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും മാർക്സത്തെ പൊതുവിൽ അംഗീകരിച്ചുകൊണ്ട് രാജീവൻ്റെ ഈ പുസ്തകം ഇറങ്ങിയിട്ടുള്ളത് പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം മധു എഡിറ്റ് ചെയ്തിട്ടുള്ള കുറേ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ഒരു പക്ഷേ മാർക്സിസത്തിന് വലിയ തിരിച്ചടിയൊക്കെ ഉണ്ടായിന്ന് തോന്നുന്ന കാലത്തും ഇതിനൊക്കെ വായനക്കാരുണ്ട്. അങ്ങനെ മാർക്സിസത്തെക്കുറിച്ച് സാധാരണ വരുന്ന തരത്തിലുള്ള പുസ്തകങ്ങളല്ല കേട്ടോ ഇതൊക്കെ. വളരെ ഗൗരവപൂർവമായ മാർക്സിസത്തെക്കുറിച്ച് സംസാരിക്കുന്ന, ചർച്ച ചെയ്യുന്ന പുസ്തകങ്ങൾ കേരളത്തിൽ ഇറങ്ങുന്ന ഒരു സാധ്യത, അത് ഇറങ്ങുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാധ്യത രൂപം കൊണ്ടുവരുന്നുണ്ട്. ആ സാധ്യത തന്നെയാണ് ഭാവിയെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പം ഞങ്ങളൊക്കെ ഒരു പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നൊരു വിഷയമൊക്കെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ചർച്ച ഞങ്ങളുടെ പണ്ടേ വന്നിരുന്നു. നിങ്ങൾക്ക് സർക്കസിലെ കോമാളിയെ പോലെ നിങ്ങൾക്ക് വളയമില്ലാത്ത ചാടാം ജനാധിപത്യം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ആവരുതെന്നും, ഇപ്പം ഞാൻ മാർക്സിസ്റ്റ് ആവുന്നത് മാർക്സിസ്റ്റായി ജനിച്ചതുകൊണ്ടല്ല, എൻ്റെ സോഷ്യൽ കൺസേൺ, ഞാൻ ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ വന്നു, കമ്മ്യൂണിസ്റ്റ് മേഖലയിൽ നിന്ന് വന്നതാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കുടുംബമല്ല എൻ്റെ. അപ്പോൾ ഒരു സോഷ്യൽ കൺസേൺ ആണ് നമ്മളെ മാർക്സിസ്റ്റ് ആക്കുന്നത്. അപ്പോൾ എനിക്ക് മാർക്സിസത്തിന് ഒരുപാട് പരിമിതികളിൽ നിന്ന് ബോധ്യം വന്നാലും എൻ്റെ സോഷ്യൽ കൺസേൺസും കൂടി മാറിപ്പോകുന്നതാണ് വലിയ കുഴപ്പമുള്ള കാര്യമാണ്. ഈ നിലനിൽക്കുന്ന മുതലാളിത്തം എന്ന് പറഞ്ഞൊരു സാമൂഹ്യ വ്യവസ്ഥ, ഈ വ്യവസ്ഥ എനിക്ക് ജീവിക്കാൻ പറ്റുന്നതല്ല, അതിനോട് എനിക്ക് പൊരുത്തക്കേടെന്നുള്ള ബോധ്യത്തിനാണ് ഞാൻ ചെയ്യുന്നത്. അതിന് ടൂളായിട്ടാണ് ഞാൻ മാർക്സിസ്റ്റിലേക്കുന്നത്. ആ ടൂളിനെ കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, എനിക്ക് വിയോജിപ്പുകളുണ്ടാകും അനുഭവങ്ങളിലൂടെ. പക്ഷേ പലർക്കും സംഭവിച്ചിട്ടുള്ള കാര്യം, ഈ ടൂളിനോടുള്ള അഭിപ്രായ വ്യത്യാസം ഫലത്തിൽ ഈ സൊസൈറ്റി മാറണം എന്നുള്ള നമ്മൾ ആദ്യത്തെ കൺസേൺ തന്നെ മാറിപ്പോയിന്ന്. അപ്പോൾ പ്രധാന പ്രശ്നം എനിക്ക് തോന്നുന്നു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൊന്ന്, നമുക്ക് ഈ നിലനിൽക്കുന്ന സമൂഹത്തോട് നമുക്ക് എന്തൊക്കെയോ പൊരുത്തപ്പെടാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്. ഇത് എന്നാൽ മാനുഷികമല്ല, എന്തർത്ഥത്തിൽ വർഗം എന്തർത്ഥത്തിൽ പറഞ്ഞാലും മാനുഷികമല്ലാത്ത ഘടകങ്ങളുണ്ട്. അപ്പോൾ ആ ഘടകങ്ങൾ മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ടൂൾ എന്ന നിലയിലാണ് മാർക്സം വരുന്നത്. ആ ടൂളിനെ മെച്ചപ്പെടുത്തേണ്ടതെന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ചരിത്ര അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലകാല രാശിയിൽ മാത്രമേ ഈ പുസ്തകത്തെ സ്വീകരിക്കേണ്ടതുള്ളൂ, ഈ പുസ്തകം ചർച്ച ചെയ്യേണ്ടതുള്ളൂ. ആ പുസ്തകം തന്നെ ചർച്ച ചെയ്യണം എന്നുള്ളതല്ല, ഈ പുസ്തകത്തിൽ ഉന്നയിക്കുന്ന മൗലികമായ വിഷയങ്ങൾ തുടർന്നും ചർച്ച ചെയ്യപ്പെടണം എന്നൊരൊറ്റ ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അതിൽ ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ചാൽ കുഴപ്പമായി പോകും. അങ്ങനെ ചർച്ച ചെയ്യാത്തൊരു മൂഡിലാണുള്ളത്. ഞാനിന്ന് വളരെ സന്തുഷ്ടനാണ്. മാർക്സിസത്തിലുള്ള എൻ്റെ വിശ്വാസം, ഞാൻ പറഞ്ഞില്ല, അതാ നേരത്തെ പറഞ്ഞ പോലെ ആത്മീയത എന്നൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വിശ്വാസം കൂടി ആ മനുഷ്യൻ നിലനിർത്തുന്നത്. ആ വിശ്വാസം എന്തായാലും ഇന്നത്തെ സായാഹ്നം എനിക്ക് കൂടുതൽ തന്നിട്ടേ ഉള്ളൂ, ശക്തിപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അങ്ങനെ അതിന് സഹായിച്ചതിന് എല്ലാവർക്കും, സദസ്സിനും ഇവിടെ എല്ലാവർക്കും നന്ദി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ്.